പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്ലൈങ് ന്യൂമറേറ്റേഴ്സ് ആൻഡ് ഡിനോമിനേറ്റേഴ്സ്. നൗ ഫൈൻഡ് 5/12 ഇൻറ്റു 7/18. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലും നമ്മൾ ഇതേപോലത്തെ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അല്ലേ? എങ്ങനെയാണെന്നുള്ളത് കണ്ടിരുന്നു. അപ്പോൾ ഈ 5/12 നമ്മൾ എന്ത് പറയും? മൾട്ടിപ്ലയർ എന്ന് പറയും. 7/18 മൾട്ടിപ്ലിക്കൻ്റ് എന്നും പറയും. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? ഈ മൾട്ടിപ്ലിക്കൻറ്റിനെ മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 7/18 ഇൻറ്റു 12 എന്ന് കിട്ടും. അതാണ് ഇതാ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലിക്കൻ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഡിനോമിനേറ്റർ ആണ് സ്ക്വയർ യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ റോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര റോസ് കാണും? 18 റോസ് കാണും. മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ ആണ് കോളംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 12 കോളംസും കാണും. അപ്പോൾ ഈ സ്ക്വയർ യൂണിറ്റിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം? 12 ഇൻറ്റു 18 ചെയ്താൽ എന്ത് കിട്ടുമോ അത്രയും ഈക്വൽ പാർട്സ് ആയിട്ട് ഈ സ്ക്വയർ യൂണിറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അത്രയും പാർട്സ് ഇതിനകത്ത് കാണും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് കാണിച്ചിരുന്നു. മൾട്ടിപ്ലിക്കൻറ്റിനെ മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താവും? 7/18 ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. 12ൻ്റെ റെസിപ്രോക്കൽ. ഇതാണ് 7/12 ഇൻറ്റു 18 ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ കിട്ടിയ റിസൾട്ടിനെ മൾട്ടിപ്ലയറിൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 7/12 ഇൻറ്റു 18 എന്ന് കിട്ടും. ഇതാ കണ്ടോ? അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്ത് കിട്ടി? 5 ഇൻറ്റു 7 35, 12 ഇൻറ്റു 18 216. അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ നമ്മൾ 5/12നെ A/B എന്നെടുക്കുന്നു, 7/8നെ C/D എന്നും എടുക്കുന്നു. അപ്പോൾ A/B ഇൻറ്റു C/D എന്ന് പറയുന്നത് എന്താണ്? A ഇൻറ്റു C, അതായത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ B ഇൻറ്റു D, ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ രണ്ട് ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 3/5 ഇൻറ്റു 2/6 ഇങ്ങനെ തന്നാൽ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6, ദാറ്റ് ഈസ് 6/30 എന്ന് നമുക്ക് എഴുതാം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാം. This formula was first stated in this general form by Brahmagupta in his Brahmagupta Siddhanta in 628 CE. The formula above works even when the multiplier or multiplicand is a whole number. അപ്പോൾ ഈ ഫോർമുല മൾട്ടിപ്ലയറോ മൾട്ടിപ്ലിക്കൻ്റോ ഹോൾ നമ്പർ ആണെങ്കിലും എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഹോൾ നമ്പറിൻ്റെ ഫ്രാക്ഷനാക്കി, ഹോൾ നമ്പറിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കുന്നത്? ഇപ്പോൾ 3 എടുത്താൽ ഇതിനെ ഫ്രാക്ഷൻ ആക്കുന്നത് ഡിനോമിനേറ്റർ 1 ആക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 3/4 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 3 ആണ് ഹോൾ നമ്പർ. അതിനെ ഡിനോമിനേറ്റർ 1 ആക്കുമ്പോൾ 3/1 ഇൻറ്റു 3/4 എന്ത് വരും? 3 ഇൻറ്റു 3/1 ഇൻറ്റു 4 ദാറ്റ് ഈസ് 9/4. ഇനി 3/5 ഇൻറ്റു 4 ഇവിടെ മൾട്ടിപ്ലിക്കൻ്റ് ഹോൾ നമ്പറായി. അപ്പോൾ എങ്ങനെ എഴുതാം? 3/5 ഇൻറ്റു 4/1 എന്തെഴുതാം? 3 ഇൻറ്റു 4/5 ഇൻറ്റു 1 ദാറ്റ് ഈസ് 12/5. കണ്ടോ? ഇങ്ങനെ എഴുതാം. വളരെ സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ സിംപ്ലിഫൈങ് ടു ലോവസ്റ്റ് ഫോം. അപ്പോൾ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചില നമ്പേഴ്സ് ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ വലിയ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിനെ അതിൻ്റെ ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 12/7 ഇൻറ്റു 5/24. ഇതിനെ എങ്ങനെയാണ് ചെയ്യുന്നത്? 12 ഇൻറ്റു 5/7 ഇൻറ്റു 24. അപ്പം നിങ്ങൾ ഈ നമ്പേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 12നും 24നും കൂടെ കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ? 12 ആയിട്ട് വരും. അതായത് 12ൻ്റെ ടേബിളിൽ വരുന്നതാണ് 24. 12 ഇൻറ്റു 2 24. അപ്പോൾ 12നും 24നും കൂടെ കോമൺ ആയിട്ട് വരുന്നത് 12 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടെണ്ണത്തിനെ തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 12നെയും 24നെയും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് 12 ഡിവൈഡഡ് ബൈ 12 ഈസ് 1, 24 divided by 12 is
2. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? 1 ഇൻറ്റു 5/7 × 2. കണ്ടോ, ഇതിനെക്കാട്ടിൽ സിംപ്ലസ്റ്റ് ഫോമിലായി. ഇപ്പോൾ നമുക്കിത് 5/14 എന്ന് കിട്ടും. കണ്ടല്ലോ, ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, 5/14. ഇനി ഇവിടെ വേറെ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, 14/15 × 25/42. ഇവിടെ നോക്കിയാലും 15-ഉം 25-നും കൂടെ കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ? 5 ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 5 ഈസ് 5. 15 ഡിവൈഡഡ് ബൈ 5 ഈസ് 3. ഇനി വീണ്ടും നമുക്കുണ്ട് 14-ഉം 42-നും ഉണ്ട് അല്ലേ? 14 ഇൻറ്റു 3 ചെയ്താൽ 42 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 14 ഡിവൈഡഡ് ബൈ 14 ഈസ് 1. 42 ഡിവൈഡഡ് ബൈ 14 ഈസ് 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബാക്കിയുള്ളത് 1 ഇൻറ്റു 5-ഉം 3 ഇൻറ്റു 3-യുമാണ്. ദാറ്റ് ഈസ് 5/9. Okay, when multiplying fractions, we can first divide the numerator and denominator by their common factors before multiplying the numerator and denominator. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ന്യൂമറേറ്റേഴ്സിലുള്ള 2 നമ്പേഴ്സ് തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എപ്പോഴും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളത് തമ്മിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ 2 ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കോമൺ ഫാക്ടർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡിവൈഡ് ദി ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ കോമൺ ഫാക്ടേഴ്സ് ബിഫോർ മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ദിസ് ഈസ് കോൾഡ് ക്യാൻസലിംഗ് ദി കോമൺ ഫാക്ടേഴ്സ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യാൻസലിംഗ് ദി കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു നമ്പർ കിട്ടും കേട്ടോ. ഇങ്ങനെ കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്യാതെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു നമ്പർ ആയിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി നമുക്ക് ഒരു ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.